ഹലോ ഫ്രണ്ട്സ്, HST സുവോളജി എക്സാം കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് തൈറോയിഡ് ഗ്ലാൻഡ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഈ സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. തൈറോയിഡ് ഗ്ലാൻഡ്. The thyroid or thyroid gland is an endocrine gland in vertebrates. In humans, it is in the neck and consists of two connected lobes. The lower two-thirds of the lobes are connected by a thin band of tissue called the thyroid isthmus. The thyroid is located at the front of the neck below the Adam's apple. The thyroid gland ഒരു endocrine gland ആണ്. കാരണം എന്താണ്? അത് ഡക്റ്റിലസ് ആണ്. അതിൻ്റെ സെക്രീഷൻസ് ഹോർമോൺസ് ആണ്. ഹോർമോൺസിനെ ഡയറക്റ്റ്ലി റിലീസ് ഇൻ ടു ദ ബ്ലഡ്. ഹ്യൂമൻസിൻ്റെ കേസിൽ നെക്ക് റീജിയനിലാണ് തൈറോയിഡ് ഗ്ലാൻഡ് കാണപ്പെടുന്നത്. രണ്ട് ലോബ്സ് ഉണ്ട്. ഈ രണ്ട് ലോബ്സും കണക്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പം ഈ ലോബ്സിനെ കണക്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു തിൻ ബാൻഡ് ഓഫ് ടിഷ്യൂവിന് പറയുന്ന പേരാണ് തൈറോയിഡ് ഇസ്തുമസ്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഫ്രണ്ട് റീജിയനിലായിട്ടാണ് അതിൻ്റെ ലൊക്കേഷൻ കാണുന്നത്. ആദംസ് ആപ്പിളിൻ്റെ ബിലോയിലായിട്ടാണ്, ജസ്റ്റ് താഴ്ഭാഗത്തായിട്ടാണ് തൈറോയിഡ് ഗ്ലാൻഡ് കാണപ്പെടുന്നത്. നെക്ക് റീജിയൻ്റെ ഫ്രണ്ട് റീജിയനിലും അതുപോലെ തന്നെ ആദംസ് ആപ്പിളിൻ്റെ താഴ്ഭാഗത്തും ആയിട്ടാണ് തൈറോയിഡ് ഗ്ലാൻഡ് കാണപ്പെടുന്നത്. ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ് ഈസ് ദ സ്ഫെറിക്കൽ തൈറോയിഡ് ഫോളിക്കിൾ. അപ്പം തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്താണ്? സ്ഫെറിക്കൽ തൈറോയിഡ് ഫോളിക്കിളാണ് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ലൈൻഡ് വിത്ത് ഫോളിക്കുലാർ സെൽസ്, ദാറ്റ് ഈസ് തൈറോസൈറ്റ്സ് ആൻഡ് ഒക്കേഷണൽ പാരാഫോളിക്കുലാർ സെൽസ് ദാറ്റ് സറൗണ്ട്സ് എ ലൂമൻ കണ്ടെയ്നിങ് കൊളോയിഡ്. തൈറോയിഡ് ഫോളിക്കിൾസിൽ ലൈൻ ചെയ്ത് കാണപ്പെടുന്ന ഫോളിക്കുലാർ സെൽസ്, ദാറ്റ് ഈസ് തൈറോസൈറ്റ്സ്, കൂടാതെ തന്നെ ഒക്കേഷണലി പാരാഫോളിക്കുലാർ സെൽസും കാണപ്പെടുന്നുണ്ട്. ദാറ്റ് സറൗണ്ട്സ് എ ലൂമൻ ആൻഡ് കണ്ടെയ്നിങ് കൊളോയിഡ്. ലൂമനും ഉണ്ട്, അതിൽ കൊളോയിഡും കാണപ്പെടുന്നു. ദ തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ്സ് 3 ഹോർമോൺസ്. ഏതെല്ലാമാണ്? ദ 2 തൈറോയിഡ് ഹോർമോൺസ്, ദാറ്റ് ഈസ് ട്രൈഅയോഡോതൈറോണിൻ T3 and thyroxine T4. Triiodothyronin T3, thyroxine T4 and a peptide hormone calcitonin. അപ്പോൾ ഏതൊക്കെയാണ് തൈറോയ്ഡ് ഹോർമോൺസ്? 3 തൈറോയ്ഡ് ഹോർമോൺസ് ആണുള്ളത്. 2 തൈറോയ്ഡ് ഹോർമോൺസ് ഏതൊക്കെയാണ്? ട്രൈഅയോഡോതൈറോണിൻ T3 ആൻഡ് തൈറോക്സിൻ T4. പിന്നെ കാണുന്നത് ഒരു പെപ്റ്റൈഡ് ഹോർമോണാണ്, ദാറ്റ് ഈസ് കാൽസിറ്റോണിൻ. അപ്പം അങ്ങനെ 3 ഹോർമോൺസാണ് തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത്. ദ തൈറോയിഡ് ഹോർമോൺസ് ഇൻഫ്ലുവൻസ് ദ മെറ്റബോളിക് റേറ്റ് ആൻഡ് പ്രോട്ടീൻ സിന്തസിസ്. മെറ്റബോളിക് റേറ്റിനെയും പ്രോട്ടീൻ സിന്തസിസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഇൻ ചിൽഡ്രൻ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പം കുട്ടികളിലെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും തൈറോയിഡ് ഹോർമോൺ അത്യാവശ്യമാണ്. കാൽസിറ്റോണിൻ പ്ലേസ് എ റോൾ ഇൻ കാൽസ്യം ഹോമിയോസ്റ്റാസിസ്. സെക്രീഷൻ ഓഫ് ദ 2 തൈറോയിഡ് ഹോർമോൺസ് ഈസ് റെഗുലേറ്റഡ് ബൈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH, which is secreted from the anterior pituitary gland. TSH or thyroid stimulating hormone is regulated by thyrotropin releasing hormone TRH. Which is produced by the hypothalamus. ഇനി നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് നോക്കാം. തൈറോയ്ഡ് ഫോളിക്കിൾസ് ആർ small spherical groupings of cells that play the main role in thyroid function. They consist of a rim that has a rich blood supply, nerve and lymphatic presence.
that surrounds a core of colloid that consists mostly of thyroid hormone precursor protein called thyroglobulin, an iodinated glycoprotein. അപ്പോൾ തൈറോയ്ഡ് ഫോളിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഗ്രൂപ്പ് ഓഫ് സെൽസിന് പറയുന്ന പേരാണ് തൈറോയ്ഡ് ഫോളിക്കിൾസ് എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഫോളിക്കിളിൽ കാണപ്പെടുന്ന റിംഗ് സ്ട്രക്ചറിൽ ബ്ലഡിൻ്റെ സപ്ലൈ വളരെയധികം കൂടുതലായിരിക്കും. നെർവ് അതുപോലെ തന്നെ ലിംഫാറ്റിക് പ്രസൻസും അവിടെ ഉണ്ടായിരിക്കും. ഇത് കൊളോയിഡൽ കോറിന് സറൗണ്ട് ചെയ്തായിരിക്കും കാണപ്പെടുന്നത്. അവിടെ കാണുന്ന മറ്റൊരു കാര്യമാണ് തൈറോഗ്ലോബുലിൻ. തൈറോഗ്ലോബുലിൻ എന്ന് പറയുന്നത് അയഡിനേറ്റഡ് ഗ്ലൈക്കോപ്രോട്ടീനാണ്. അത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രിക്കസർ പ്രോട്ടീനാണ്. അടുത്തത് ഫോളിക്കുലാർ സെൽസ്. ദ കോർ ഓഫ് എ ഫോളിക്കിൾ ഈസ് സറൗണ്ടഡ് ബൈ എ സിംഗിൾ ലെയർ ഓഫ് ഫോളിക്കുലാർ സെൽസ്. വെൻ സ്റ്റിമുലേറ്റഡ് ബൈ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH, these secrete the thyroid hormones T3 and T4. They do this by transporting and metabolizing the thyroglobulin contained in the colloid. Follicular cells vary in shape from flat to cuboid to columnar depending on how active they are. ഫോളിക്കിളിൻ്റെ കോറിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസിന് പറയുന്ന പേരാണ് ഫോളിക്കുലാർ സെൽസ്. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH ഈ ഫോളിക്കുലാർ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും തൈറോയ്ഡ് ഹോർമോൺസ് ആയിട്ടുള്ള T3, T4നെ സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതെങ്ങനെയാണ് T3യും T4ഉം ഫോം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, കൊളോയിഡിൽ കാണപ്പെടുന്ന തൈറോഗ്ലോബുലിൻ എന്ന് പറയുന്ന പ്രോട്ടീനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയും മെറ്റബലൈസ് ചെയ്യുകയും ചെയ്യുന്നത് വഴി T3യുടെയും T4ൻ്റെയും സിന്തസിസ് നടക്കുന്നു. തേർഡ് വൺ, പാരാഫോളിക്കുലാർ സെൽസ്. These are cells scattered among follicular cells and in spaces between the spherical follicles are the another type of thyroid cell, that is parafollicular cells. These cells secrete calcitonin and so are also called C cells. അതായത് സ്ഫെറിക്കൽ ഫോളിക്കിൾസിൻ്റെ ഇടയിലുള്ള സ്പേസസിലാണ് പാരാഫോളിക്കുലാർ സെൽസ് കാണപ്പെടുന്നത്. അത് മറ്റൊരു രീതിയിലുള്ള തൈറോയ്ഡ് സെല്ല് തന്നെയാണ്. ഇവിടെ നിന്നുമാണ് കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പറയുന്ന മറ്റൊരു പേരാണ് സി സെൽസ് എന്നും പറയുന്നു. സി സെൽസ്. അപ്പോൾ കാൽസിറ്റോണിൻ സെക്രീറ്റ് ചെയ്യുന്ന ഒരു തൈറോയ്ഡ് ഗ്ലാൻഡിലെ സെല്ലാണ് പാരാഫോളിക്കുലാർ സെൽ. ഇനി നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ നോക്കാം. The primary function of the thyroid is the protection of the iodine-containing thyroid hormones. Triiodothyroidin T3 and thyroxine T4. Triiodothyroidin T3 and thyroxine T4 and the peptide hormone calcitonin. The thyroid hormones are created from iodine and tyrosine. T3 is so named because it contains 3 atoms of iodine per molecule. T4 contains 4 atoms of iodine per molecule. Thyroid hormones have a wide range of effects on the human body. These include: first one, metabolic. Second one, cardiovascular. Third one, developmental. നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം, മെറ്റബോളിക്. The thyroid hormones increase the basal metabolic rate and have effects on almost all body tissues. Appetite, the absorption of substances, and gut motility are all influenced by thyroid hormones. അടുത്തത് സ്റ്റിമുലേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ബൈ തൈറോയ്ഡ് ഹോർമോൺ. തൈറോയ്ഡ് ഹോർമോൺ സ്റ്റിമുലേറ്റ്സ് all of carbohydrate metabolism, including a rapid uptake of glucose by the cells,
increased glycolysis, increased gluconeogenesis, increased rate of absorption from the gastrointestinal tract, increased insulin secretion with its resultant secondary effects on carbohydrate metabolism. All these effects probably result from the overall increase in cellular metabolic enzymes caused by thyroid hormone. ഇനി നമുക്ക് ആക്ഷൻസ് ഓഫ് തൈറോയ്ഡ് ഹോർമോൺ നോക്കാം. ഫസ്റ്റ് വൺ ബ്രെയിൻ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. നെക്സ്റ്റ് വൺ ബോൺ ടിഷ്യൂസ്, ഗ്രോത്ത് ലീനിയർ ഗ്രോത്ത് ആയിരിക്കും, മച്ചുറേഷൻ ഓഫ് ബോൺസ്. ഇനി ഗഡിൻ്റെ നോക്കാം. ഗട്ട്, ഇൻക്രീസ്ഡ് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്, ഇൻക്രീസ്ഡ് മോട്ടിലിറ്റി. ഇനി അടുത്തത് ലിവർ, ഇൻക്രീസ്ഡ് ഗ്ലൂക്കോനിയോജനസിസ് ആൻഡ് ഗ്ലൈക്കോജനോലൈസിസ്. അടുത്തത് ആഡിപ്പോസ് ടിഷ്യൂ, ഇൻക്രീസ്ഡ് ലൈപ്പോലൈസിസ്. നെക്സ്റ്റ് വൺ മസിൽ, ഇൻക്രീസ്ഡ് പ്രോട്ടീൻ കാറ്റബോളിസം ഇൻ സ്കെലറ്റൽ മസിൽസ്. അടുത്തത് കാർഡിയോവാസ്കുലർ ഇഫക്ട്സ് ഏതെല്ലാം രീതിയിലാണെന്ന് നോക്കാം. ദ ഹോർമോൺസ് ഇൻക്രീസ് ദ റേറ്റ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ ഹാർട്ട് ബീറ്റ്. ദ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ബ്രീത്തിങ്, ഇൻടേക്ക് ആൻഡ് കൺസപ്ഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് ഇൻക്രീസ് ദ ആക്ടിവിറ്റി ഓഫ് മൈറ്റോകോൺട്രിയ. അപ്പം തൈറോയ്ഡ് ഹോർമോൺസിന് എന്തിനൊക്കെയുള്ള കഴിവുകളുണ്ട്? ഹാർട്ട് ബീറ്റിൻ്റെ സ്ട്രെങ്തും അതിൻ്റെ റേറ്റും ഇൻക്രീസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ബ്രീത്തിങ്ങിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്സിജൻ്റെ കൺസപ്ഷൻ, അതുപോലെ തന്നെ ഓക്സിജൻ്റെ ഇൻടേക്ക് കൂട്ടാനുള്ള കഴിവും ഉണ്ട്. മൈറ്റോകോൺട്രിയയുടെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കമ്പൈൻഡ് ദീസ് ഫാക്ടേഴ്സ് ഇൻക്രീസ് ബ്ലഡ് ഫ്ലോ ആൻഡ് ദ ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ കൂട്ടാനും ബ്ലഡ് ഫ്ലോ കൂട്ടാനുമൊക്കെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് സാധിക്കും. അടുത്തത് ഡെവലപ്മെൻറ്റൽ. തൈറോയ്ഡ് ഹോർമോൺസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ നോർമൽ ഡെവലപ്മെൻറ്റ്. ദ ഇൻക്രീസ് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് യങ് പീപ്പിൾ ആൻഡ് സെൽസ് ഓഫ് ദ ഡെവലപ്പിംഗ് ബ്രെയിൻ ആർ എ മേജർ ടാർഗറ്റ് ഫോർ ദ തൈറോയ്ഡ് ഹോർമോൺസ് T3 and T4. Thyroid hormones play a particularly crucial role in brain maturation during fetal development and first few years of postnatal life. നോർമൽ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ് തൈറോയ്ഡ് ഹോർമോൺസിനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ നോർമൽ ഡെവലപ്മെൻറ്റിൻ്റെ കേസിൽ. ദ ഇൻക്രീസ് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് യങ് പീപ്പിൾ and cells of the developing brain are a major target for the thyroid hormone. ഏതൊക്കെയാണ്? T3യുടെയും T4ൻ്റെയും. തൈറോയ്ഡ് ഹോർമോൺസ് പ്ലേ എ പർട്ടിക്കുലർലി ക്രൂഷ്യൽ റോൾ ഇൻ ബ്രെയിൻ മച്ചുറേഷൻ. ബ്രെയിൻ മച്ചുറേഷനെയും ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ അതായത് ഫീറ്റൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിൽ ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റിനെയും ബ്രെയിനിൻ്റെ മച്ചുറേഷനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് തൈറോയ്ഡ് ഹോർമോണാണ്. Thyroid hormones also play a role in maintaining normal sexual function, sleep and thought patterns. Increased level are associated with increased speed of thought generation but decreased focus. Thought generation speed increase ചെയ്യുന്നു, പക്ഷേ ഫോക്കസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ലീപ്പിനെയും തോട്ട് പാറ്റേൺസിനെയും അതുപോലെ തന്നെ സെക്ഷൽ ഫങ്ഷൻ, നോർമൽ സെക്ഷൽ ഫങ്ഷൻസിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. സെക്ഷൽ ഫങ്ഷൻ ഇൻക്ലൂഡിങ് ലിബിഡോ ആൻഡ് ദ മെയിൻറ്റെയിൻസ് ഓഫ് എ നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ തൈറോയ്ഡ് ഹോർമോൺ. മെൻസ്ട്രൽ സൈക്കിളിനെയും തൈറോയ്ഡ് ഹോർമോൺ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി. ഇനി നമുക്ക് തൈറോയ്ഡ് ഹോർമോണിൻ്റെ റെഗുലേഷൻ ഒന്ന് നോക്കാം. റെഗുലേഷൻ ഓഫ് തൈറോയ്ഡ് ഹോർമോൺ. ദ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ആൻഡ് ട്രൈഐഡോതൈറോണിൻ ഈസ് പ്രൈമർലി റെഗുലേറ്റഡ് ബൈ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH റിലീസ്ഡ് ബൈ ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും റിലീസ് ചെയ്യുന്ന തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ് തൈറോക്സിൻ്റെയും ട്രൈഐഡോതൈറോണിൻ്റെയും പ്രൊഡക്ഷന് കാരണമാകുന്നത്. TSH release in turn is stimulated by thyrotropin releasing hormone TRH released in a pulsatile manner from the hypothalamus.
അതായത് ഹൈപ്പോതലാമസിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ TRHന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്, അതിൻ്റെ സ്റ്റിമുലേഷൻ കൊണ്ടാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്നത്. The thyroid hormones provide negative feedback to the thyrotropes TSH and TRH. അപ്പം ഫോം ചെയ്യുന്ന തൈറോയ്ഡ് ഹോർമോണിന് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ട്. അത് TSHൻ്റെ മേലും TRHൻ്റെ മേലും. When the thyroid hormones are high, TSH production is suppressed. This negative feedback also occurs when levels of TSH are high, causing TRH production to be suppressed. അപ്പം തൈറോയ്ഡ് ഹോർമോണിൻ്റെ എമൗണ്ട് കൂടിക്കഴിയുമ്പോൾ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ സപ്രസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ചെയ്യുന്ന മറ്റൊരു രീതിയാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ എമൗണ്ട് കൂടിക്കഴിയുമ്പോഴേക്കും തൈറോയ്ഡ് റിലീസിംഗ് ഹോർമോണിൻ്റെ സപ്രഷൻ ചെയ്യുക എന്നുള്ളത്. TRH, thyroid releasing hormone, is secreted at an increased rate in situations such as cold exposure in order to stimulate thermogenesis. In addition to being suppressed by the presence of thyroid hormones, TSH production is blunted by dopamine, somatostatin and glucocorticoids. തൈറോയ്ഡ് റിലീസിങ് ഹോർമോണിൻ്റെ സെക്രീഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ സപ്രസ് ചെയ്യുന്നതിന് വേണ്ടി തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെ കൂടാതെ തന്നെ ഡോപ്പമിൻ കൊണ്ടും അതുപോലെ തന്നെ സൊമറ്റോസ്റ്റാറ്റിൻ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഒക്കെ കൊണ്ട് നമ്മുടെ തൈറോയ്ഡ് റിലീസിങ് ഹോർമോണിൻ്റെ റേറ്റ് ഓഫ് ഇൻക്രീസ് നമുക്ക് സപ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. കാൽസിറ്റോണിൻ എന്താണെന്ന് നോക്കാം. The thyroid gland also produces the hormone calcitonin, which helps regulate blood calcium levels. കാൽസിറ്റോണിൻ ബ്ലഡിലെ കാൽസ്യത്തിൻ്റെ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നതിനാണ് സഹായിക്കുന്നത്. പാരാഫോളിക്കുലാർ സെൽസ് പ്രൊഡ്യൂസ് കാൽസിറ്റോണിൻ ഇൻ റെസ്പോൺസ് ടു ഹൈ ബ്ലഡ് കാൽസ്യം. Calcitonin decreases the release of calcium from bone by decreasing the activity of osteoclasts, cells which break down bone. Bone is constantly resorbed by osteoclasts and created by osteoblasts. So, calcitonin effectively stimulates movement of calcium into bone. എന്താണ് മനസ്സിലായത്? കാൽസിറ്റോണിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡിലെ കാൽസ്യത്തിനെ ബോണിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാൽസിറ്റോണിൻ്റെ മെയിൻ ഫങ്ഷൻ. കാൽസിറ്റോണിൻ പ്രൊമോട്ട്സ് ഡിപ്പോസിഷൻ ഓഫ് കാൽസ്യം 2+ into bones. That means it inhibits osteoclasts and stimulates osteoblasts. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ബ്ലഡിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നു. ലോവേഴ്സ് കാൽസ്യം 2+ ലെവൽസ് ഇൻ ബ്ലഡ്. കൂടാതെ തന്നെ കാൽസിറ്റോണിൻ ഇൻഹിബിറ്റ്സ് കാൽസ്യം 2+ അബ്സോർപ്ഷൻ ബൈ ദ ഇൻറ്റസ്റ്റൈനിലൂടെയുള്ള കാൽസ്യം 2+ൻ്റെ അബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഇൻഹിബിറ്റ്സ് കാൽസ്യം 2+ റീഅബ്സോർപ്ഷൻ ഇൻ ദ കിഡ്നി, ദറ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യുന്നു. കിഡ്നി വഴി ഉള്ള കാൽസ്യം 2+ൻ്റെ റീഅബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഈ പിക്ചർ ഒന്ന് നോക്കുക. ഇവിടെ കാൽസ്യം 2+ൻ്റെ കാൽസ്യത്തിൻ്റെ അളവ് ബ്ലഡിൽ ഒരു സെറ്റ് പോയിൻറ്റിന് മുകളിൽ അത് കൂടിക്കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. കാൽസിറ്റോണിൻ ബ്ലഡിലെ കാൽസ്യത്തിൻ്റെ അളവിനെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഇനി ബ്ലഡിലെ കാൽസ്യത്തിൻ്റെ അളവ് ഒരു സെറ്റ് പോയിൻറ്റിൽ നിന്നും താഴേക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ ബ്ലഡിലെ കാൽസ്യത്തിൻ്റെ ലെവൽ കൂട്ടുന്നതിന് കാരണമാകുന്നു. ഇങ്ങനെ കാൽസിറ്റോണിനും പാരാതൈറോയ്ഡ് ഹോർമോണിനും ഓപ്പോസിറ്റാണ് ആക്ഷൻ ചെയ്യുന്നത്. അങ്ങനെ ബ്ലഡിലെ കാൽസ്യത്തിൻ്റെ ലെവൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി നമുക്ക് ഡിസോർഡേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ ഹൈപ്പർ തൈറോയിഡിസം.
Hyperthyroidism is the condition that occurs due to excessive production of thyroid hormones by the thyroid gland. Thyrotoxicosis is the condition that occurs due to excessive thyroid hormone of any cause and therefore include hyperthyroidism. തൈറോയ്ഡ് ഹോർമോണിൻ്റെ എക്സസീവ് പ്രൊഡക്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പർ തൈറോയിഡിസം. തൈറോടോക്സിക്കോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ തൈറോയ്ഡ് ഗ്ലാൻഡ് ഹോർമോണ് കൂടുതൽ അളവിൽ തൈറോക്സിനെ അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ സെക്രീഷന് കാരണമാകുന്നു. അതായത് ഹൈപ്പർ തൈറോയിഡിസം തന്നെയാണ് ഇതും തൈറോടോക്സിക്കോസിസ്. അടുത്തത് ഹൈപ്പോ തൈറോയിഡിസം is a disorder of the endocrine system in which the thyroid gland does not produce enough thyroid hormone. അപ്പോൾ ആവശ്യത്തിനുള്ള തൈറോയ്ഡ് ഹോർമോൺ തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ ഒരു കണ്ടീഷന് ആ ഒരു ഡിസോർഡറിന് പറയുന്ന പേരാണ് ഹൈപ്പോ തൈറോയിഡിസം. ഇറ്റ് ക്യാൻ കോസ് എ നമ്പർ ഓഫ് സിംറ്റംസ് സച്ച് ആസ് പുവർ എബിലിറ്റി ടു ടോളറേറ്റ് കോൾഡ്, എ ഫീലിംഗ് ഓഫ് ടയർഡ്നെസ്, constipation, slow heart rate, depression and weight gain. അടുത്തത് തൈറോയിഡൈറ്റിസ്. Thyroiditis is the inflammation of the thyroid gland. Thyroid gland is located on the front of the neck below the laryngeal prominences and makes hormones that control metabolism. അടുത്തത് goiter. Goiter is a swelling in the neck resulting from an enlarged thyroid gland. അപ്പം തൈറോയ്ഡ് ഗ്ലാൻഡിന് ഉണ്ടാകുന്ന സ്വെല്ലിങ്ങിനെയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. എ ഗോയിറ്റർ ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് എ തൈറോയിഡ് ദാറ്റ് ഈസ് നോട്ട് ഫങ്ഷനിങ് പ്രോപ്പർലി. ഗോയിറ്റർ എന്ന് പറയുന്ന കണ്ടീഷൻ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ എൻലാർജ്മെൻറ്റിൽ നിന്നും ഉണ്ടാകുന്ന തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ സ്വെല്ലിങ്ങിന് പറയുന്ന പേരാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അടുത്തത് തൈറോയിഡ് നോഡ്യൂൾസ്. തൈറോയിഡ് നോഡ്യൂൾസ് ആർ നോഡ്യൂൾസ് which commonly arise within an otherwise normal thyroid gland. They may be hyperplastic or tumorous, but only a small percentage of thyroid tumors are malignant. അടുത്തത് തൈറോയ്ഡ് ക്യാൻസർ. Thyroid cancer is a cancer that develops from the tissues of the thyroid gland. തൈറോയ്ഡ് ഗ്ലാൻഡിലെ ടിഷ്യൂസിലാണ് തൈറോയ്ഡ് ക്യാൻസർ കാണപ്പെടുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഡിസീസ് ഇൻ വിച്ച് സെൽസ് ഗ്രോ abnormally and have the potential to spread to other parts of the body. നോർമലായിരിക്കുന്ന തൈറോയ്ഡ് സെല്ലുകൾ അബ്നോർമലായിട്ട് ഡിവൈഡ് ചെയ്ത് അത് ഗ്രോ ചെയ്യുകയും ബോഡിയുടെ പല ഭാഗങ്ങളിലേക്കും അത് സ്പ്രെഡ് ആകുകയും ചെയ്യുന്നു. സിംറ്റംസ് ക്യാൻ ഇൻക്ലൂഡ് സ്വെല്ലിംഗ് ഓർ എ ലംപ് ഇൻ ദ നെക്ക് റീജിയനിൽ ലംപ് ഫോം ചെയ്യുകയോ സ്വെല്ലിങ്സ് ഉണ്ടാകുകയോ ചെയ്യുന്നതാണ് മെയിനായിട്ടുള്ള സിംറ്റംസ്. ഗ്രേവ്സ് ഡിസീസ്. Graves' disease, also known as toxic diffuse goiter, is an autoimmune disease that affects the thyroid. തൈറോയ്ഡ് ഗ്ലാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത്. ഇത് ടോക്സിക് ഡിഫ്യൂസ് ഗോയിറ്റർ എന്നും അറിയപ്പെടുന്നു. ഇറ്റ് ഫ്രീക്വൻ്റ്ലി റിസൾട്ട്സ് ഇൻ ആൻഡ് ഈസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഹൈപ്പർതൈറോയിഡിസം. It also often results in an enlarged thyroid gland. Signs and symptoms of hyperthyroidism may include irritability, muscle weakness, sleeping problems, and a fast heartbeat, etc. തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ട് ഹൈപ്പർ തൈറോയിഡിസം എന്ന കണ്ടീഷനിലേക്ക് എത്തുകയും തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം കൊണ്ട് ഉണ്ടാകുന്ന സിംറ്റംസും ഗോയിറ്ററിൻ്റെ കേസിൽ സെയിം ആണ്. അടുത്തത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. An autoimmune disease is a condition arising from an abnormal immune response to a functioning body part. There are at least 80 types of autoimmune diseases. Nearly any body part can be involved. Common symptoms include low-grade fever and feeling tired.
An autoimmune disorder occurs when a person's immune system mistakenly attacks their own body. അതായത് നമ്മുടെ ബോഡിയിലുള്ള സെല്ലുകളെ അത് ഫോറിൻ ആണെന്ന് നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് ആൻറ്റിബോഡീസ് റിലീസ് ചെയ്യുകയും പ്രോസസ്സിങ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു കണ്ടീഷനാണ്. അടുത്തത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഓൾസോ നോൺ ആസ് chronic lymphocytic thyroiditis, chronic lymphocytic thyroiditis and Hashimoto's disease. Hashimoto's disease is an autoimmune disease in which the thyroid gland is gradually destroyed. Early on, symptoms may not be noticed. Over time, the thyroid may enlarge, forming a painless goiter. Some people eventually develop hypothyroidism with accompanying weight gain, fatigue, etc. അതായത് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് നശിച്ചു പോകുകയും ചില കേസിൽ പെയിൻലെസ് ഗോയിറ്റർ എന്ന കണ്ടീഷനിലേക്ക് എത്തുകയും തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യുകയും ചെയ്യുന്നു. ചില ഇൻഡിവിജ്വൽസിൽ ഹൈപ്പോതൈറോയിഡിസം ആയിരിക്കും ഹാഷിമോട്ടോസ് ഡിസീസ് കൊണ്ട് ഉണ്ടാകുന്നത്, with accompanying weight gain, fatigue, etc. അടുത്തത് മിക്സെഡിമ. മിക്സെഡിമ is a term used synonymously with severe hypothyroidism. സിവിയർ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനെ തന്നെയാണ് മിക്സെഡിമ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നതും. സൈനോണമസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് മിക്സെഡിമ എന്നത്. ഇൻ ദിസ് ലേറ്റർ സെൻസ് മിക്സെഡിമ റെഫേഴ്സ് ടു ഡിപ്പോസിഷൻ ഓഫ് മ്യൂക്കോപോളിസാക്കറൈഡ്സ് ഇൻ ദ ഡെർമിസ് വിച്ച് റിസൾട്ട് ഇൻ സ്വെല്ലിംഗ് ഓഫ് ദ അഫക്റ്റഡ് ഏരിയ. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷന്, അതുപോലെ തന്നെ റെഗുലേഷന്, ദെൻ ഡിസോർഡേഴ്സ്, ഇത്രയുമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ.